അസ്സലാമു അലൈക്കും. ബലിപെരുന്നാളിന്റെ അന്ന് വിശ്വാസികളായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അമലെന്ന് പറഞ്ഞാൽ അത് ഉലുഹിയ്യത്താണ്. അതിനേക്കാളും ഹൈറായ ഒരു അമൽ പെരുന്നാളിന്റെ ദിവസം ഒരു അടിമക്ക് വേറെ ചെയ്യാനില്ല. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി ആ കർമ്മം നിങ്ങൾ നിർവഹിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഓരോ വ്യക്തിയും ഉലുഹിയ്യത്ത് അറുക്കണം. അതില്ലെങ്കിൽ ഓരോ കുടുംബവും ഉലുഹിയ്യത്തിൽ പങ്കാവണം. പെരുന്നാൾ ദിവസം ധരിക്കാനുള്ള വസ്ത്രം, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം, അതുള്ള ആളുകൾക്കൊക്കെ ഉലുഹിയ്യത്ത് വളരെ ശക്തമായ സുന്നത്താണ്. ഒരു കൊല്ലത്തെ മൊത്തം മുസീബത്ത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. വല്ലാത്തൊരു ശ്രേഷ്ഠതയുള്ള ഒരു കൊല്ലത്തേക്കുള്ള ഹിഫ്ളും ഹിമായത്തും കിട്ടുന്ന വലിയൊരു കാര്യമാണ് ഉലുഹിയ്യത്ത് എന്ന് പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ബലപ്പെട്ട നിർദ്ദേശിച്ച സുന്നത്തുകളിൽ ഒന്നാണ്. ഒരാൾക്ക് എത്ര വേണമെങ്കിലും അറുക്കാം. ഏറ്റവും ചുരുങ്ങിയത് 2 വയസ്സായ ഒരാട് അല്ലെങ്കിൽ 2 വയസ്സായ ഒരു മാടിൽ പങ്കാവുക. 7 ഒരു ഷെയറായി അങ്ങനെയും പങ്കാകാം. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഉലുഹിയ്യത്ത് അറുത്തു എന്ന് ഉറപ്പാക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിന് വലിയ കൂലി നമുക്ക് കിട്ടും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉലുഹിയ്യത്ത് നന്നായി ശ്രദ്ധിക്കണം. അത് നാളെ സിറാത്ത് പാലത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന മൃഗമാണ്, വാഹനമാണ് നിങ്ങൾക്കത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്ര വലിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഉലുഹിയ്യത്ത്. ഉലുഹിയ്യത്ത് എന്നുള്ളത് ഒരു കൊല്ലത്തെ മുസീബത്ത് മൊത്തം കാക്കാനുള്ള ഒരു വലിയ മരുന്നാണ്. ഒരു കൊല്ലം നമ്മൾ ചെയ്തു എന്നതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യണം അങ്ങനെയില്ല. ഒരു കൊല്ലം ചെയ്തത് കൊണ്ട് അടുത്ത കൊല്ലം ചെയ്യാൻ പാടില്ല എന്നുമില്ല. ഉലുഹിയ്യത്ത് ഒരുപാട് ആപത്തുകൾ തടയപ്പെടും. അതുകൊണ്ട് തന്നെ ഉലുഹിയ്യത്തിന്റെ കാര്യം കഴിവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ. അവന്റെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും നമ്മയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.